ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ഒരു 50 വയസ്സ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. ഒരറിവുകളും നമ്മളെ രക്ഷിക്കുന്നില്ല. അതാണ് മനുഷ്യൻ നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബലക്കുറവ്. ഏതറിവാണ് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്? ഒരു കാര്യവും നമ്മളെ സഹായിക്കുന്നില്ല. കുട്ടികളുടെ അടുത്ത് പറയുന്ന പൊട്ടത്തരം കണക്ക് ഇങ്ങനെ സകലമാന മനുഷ്യരെയും കരാട്ട പഠിപ്പിച്ചിരുന്ന കരാട്ട മാസ്റ്റർ ഉണ്ടായിരുന്നു ആ ദേശത്ത്. എന്നിട്ട് ഇതേ മാസ്റ്ററെ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ നാട്ടുകാരിങ്ങനെ മാനത്തിട്ടിടിച്ചു. അത്രയും ഈ മനുഷ്യനെ ഇടിച്ചു പരത്തി. പിന്നീട് കലങ്കിയിരുന്ന ആരാൾ ചോദിച്ചു, മാസ്റ്ററെ കരാട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മനുഷ്യൻ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: നിലത്ത് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ചില സ്റ്റെപ്പൊക്കെ എടുത്തേനെ. കാരണം ഇതൊക്കെ പഠിച്ചൊരു മനുഷ്യനായതുകൊണ്ട് സ്റ്റെപ്പൊന്നും എടുക്കാതെ ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. നാട്ടുകാർ അത്രയും പഠിക്കാത്തതുകൊണ്ട് സ്റ്റെപ്പില്ലാതെ ഇത് ആരംഭിക്കുകയും ചെയ്തു. സ്റ്റെപ്പ് കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് 5ാമത്തെ സ്റ്റെപ്പ്. കുറച്ച് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെ അത് ഒന്ന് ക്രമീകരിച്ചെന്നിരിക്കും. സമാധാനത്തിലിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണാൻ സഹായിച്ചെന്നിരിക്കും. പക്ഷെ അതിനപ്പുറമായിട്ടൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു, ചിലപ്പോൾ നമ്മൾ ഓർക്കാറുണ്ടൊരു നമ്മളെ പിടുത്തം കിട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയേനെ. പലപ്പോഴും നമ്മുടെ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ തേടി ചെല്ലുന്നതാണ് വാസ്തവത്തിൽ നമ്മളെ പിടുത്തം കിട്ടുന്ന ഒരാൾ. പക്ഷെ അത്തരം അറിവുകൾ പോലും നമ്മളെ സഹായിക്കുന്നില്ല. സങ്കടങ്ങളുടെ മുഖാമുഖത്ത് ലോകത്തുള്ള എല്ലാവരും ഒറ്റയ്ക്കാണ്. ഇതാണ് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ഇങ്ങനെ ബിഫോർ പെയിൻ എവരിവൺ ഈസ് എ ലോൺ ക്രീച്ചർ. ഒരാളും അതിനകത്തുനിന്ന് മാറി നിൽക്കുന്നില്ല, എല്ലാവരും ഒറ്റയ്ക്കാണ്. യേശുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇങ്ങനെ യേശുവിന് 3 കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലായിടത്തും അവർ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രൂപാന്തരീകരണ മലയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ജൈറസിന്റെ മകൾ ഉയർപ്പിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രൂപാന്തരീകരണ മലയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ്: നിദ്രാവിവശരായിരുന്നിട്ടും അവർ ഉണർന്നവന്റെ മഹത്വം കണ്ടു. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്.
എന്നിട്ടും ഇത്രയും വലിയൊരു കാഴ്ച നടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങുന്നൊക്കെ ഓർത്ത് അവരിങ്ങനെ കൃത്യമായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ഇതേ ശിഷ്യന്മാരുമായിട്ട് യേശു ഇങ്ങനെ സങ്കടങ്ങളുടെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ, ഒഴിവ് തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവരോട് ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അവരിങ്ങനെ നിദ്രയിലേക്ക് വഴുതിപ്പോയി. മൂന്നാവർത്തി കൊട്ടി വിളിച്ചിട്ടും അവർ പിന്നെ ഉറങ്ങിപ്പോയെന്നാ പറയണം. ഇതാണ് നമുക്ക് ലഭിക്കാവുന്ന മനുഷ്യരിൽ നിന്നുള്ള സഹായം. മനുഷ്യരിൽ നമുക്ക് കാര്യമായിട്ടൊരു സഹായവും കിട്ടാൻ പോകുന്നില്ല. വേദപുസ്തകത്തിന്റെ നടുവിലത്തെ വരി അതായിട്ട് ഗണിക്കപ്പെടുന്നു. സങ്കീർത്തനം 118. എന്താണത്? എൻ്റെ സഹായം മനുഷ്യരിൽ നിന്നല്ല. നമുക്കൊരു സഹായവും കിട്ടാൻ പോകുന്നില്ല മനുഷ്യരിൽ നിന്ന്. ഒരു താൽക്കാലിക സാന്ത്വനം കൊണ്ടൊന്ന് ഓടിച്ചു പോകാൻ പറ്റുന്ന വിധത്തിൽ ലളിതമല്ല ജീവിതം. സാരമില്ലെന്ന് പറയുകയും അല്ലെങ്കിൽ നമുക്കത് നേരെയാക്കാമെന്ന് പറയുന്നത് കൊണ്ടൊന്നും ജീവിതം അത്ര പെട്ടെന്ന് നേരെയൊന്നും ആകാൻ പോകുന്നില്ല. അപ്പോൾ വല്ലാത്തൊരു നിസ്സഹായതയിലാണ് നമ്മൾ ഈ കുരിശിലേക്ക് കുറെ കൂടി കേന്ദ്രീകരിക്കാൻ പോകുന്നത്. കുരിശ് നമുക്ക് തരുന്ന ഒരു സദ്വാർത്ത സുവിശേഷം ഇതാണ്: എനിക്ക് നിന്നെ പിടുത്തം കിട്ടും. നമുക്ക് അവിടേക്ക് ഈ കാര്യങ്ങളെ ഒന്ന് എത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്നാ കരുതുക. ഒരുപക്ഷെ എനിക്ക് നൽകിയിട്ടുള്ളൊരു സമയത്തേക്കാൾ നേരത്തെ തന്നെ കുരിശിന് ഇയാൾക്ക് എന്നെ പിടുത്തം കിട്ടും. ഒരാൾക്ക് വേറൊരാളെ പിടുത്തം കിട്ടണമെങ്കിൽ അയാൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകണം. അപ്പൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ സങ്കടം പറയുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഭാവനയിൽ കാണാനും പറ്റും. എന്താണ് അവർക്ക് കൂടെ ഇല്ലാതിരുന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പനില്ലാതിരിക്കുക എന്നത് എത്ര കഠിനമായ അനുഭവമാണെന്ന് കൃത്യമായിട്ട് പിടുത്തം കിട്ടുന്നത് കഴിഞ്ഞ ജനുവരി 2 തൊട്ടാണ്. കാരണം അന്ന് അപ്പം മരിച്ചു. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു മുതിർന്ന ഒരാൾ അയാളുടെ അപ്പൻ മരിച്ചു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നു? നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തൊരു മണ്ടൻ ചോദ്യം അത്. അപ്പൻ എത്ര വയസ്സുണ്ടെങ്കിൽ എന്താ? അപ്പനും നിങ്ങൾക്കും ഇടയിലുള്ള ആ പ്രായത്തിനൊരു വ്യത്യാസം സംഭവിക്കുന്നില്ലല്ലോ. അപ്പം 40-ാം വയസ്സിൽ മരിച്ചാലും 86-ാം വയസ്സിൽ മരിച്ചാലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അനുഭവം തന്നെയാണ്. സമാധാനത്തിന് വേണ്ടി മനുഷ്യർ പറയുന്ന ഒരു കാരണം എപ്പോഴും ഇങ്ങനെയാണ്: ആ പ്രായമായിരുന്നല്ലോ. അതല്ല, അതല്പം പോലും ഭംഗിയോ വിവേകവും ഇല്ലാത്തൊരു സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ജനുവരി 2 ശേഷം എനിക്കിപ്പോൾ ഇങ്ങനെ അപ്പൻ ഇല്ല എന്ന് പറയുന്നതിൻ്റെ സങ്കടം കൃത്യമായിട്ട് മനസ്സിലാവും. പറഞ്ഞു വരുന്നത്, ഒരു സങ്കടത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവൂ. അവിടെയാണ് ധൈര്യമായിട്ട് നാട്ടിൻപുറത്തെ സ്ത്രീകൾ പറയുന്നത്: യേശുവിനെല്ലാം പിടുത്തം കിട്ടും. അയാൾക്ക് മാത്രമേ പിടുത്തം കിട്ടത്തുള്ളൂ, അതും ക്രൂസ്തനായ യേശുവിന്. എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. വലിയ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നുപോയൊരു അമ്മായിയാണത്. വീട്ടിലായിരുന്നു അമ്മായിയുടെ അവസാനത്തെ കുറച്ച് അധികം വർഷങ്ങൾ. അമ്മായി 2 വിവാഹം കഴിച്ചു, 2 പേരും മരിച്ചുപോയി. ഒരു മകളുണ്ടായിരുന്നു, മകളും മരിച്ചു. അമ്മയുടെ പ്രത്യേകത ഒരുപക്ഷെ ആ നാട്ടിൽ തന്നെ ആരും ധൈര്യപ്പെടാത്തൊരു കാര്യം ചെയ്തിരുന്നു അമ്മായി. എന്ത്? ഇങ്ങനെ പള്ളിയിൽ പോയിരുന്നില്ല. നാട്ടിൻപുറത്തൊക്കെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകാതിരിക്കുക എന്ന് പറയുന്നത് അപൂർവ. പള്ളിയിൽ പോയിരുന്നില്ല. കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ഇങ്ങനെ ഒരു തൂണിൻ്റെ സൈഡിൽ തിരിഞ്ഞിരിക്കും. അത്രയും ഇങ്ങനെ ദൈവത്തോട് പരിഭവമോ അകൽച്ചയോ കാണിച്ച് കടന്നുപോയൊരു അമ്മായിയാണ് അവർ. പക്ഷെ വർഷത്തിലൊരിക്കൽ അവർ പള്ളിയിൽ പോകും. അത് ദുഃഖവെള്ളിയാണ്. ആ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങളുടെ ആ പള്ളിയിൽ, പൂങ്കാവ് പള്ളിയാണത്, ഇങ്ങനെ യേശുവിൻ്റെ ഈ മരിച്ചു കിടക്കുന്ന രൂപമുണ്ട്. ശരിക്കും ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു രൂപം. ആ സന്ധ്യയിൽ അവരിങ്ങനെ അടുത്ത് പോയിട്ട് ആ രൂപത്തിൻ്റെ അടുക്ക പോയി നിൽക്കും. കാരണം അന്ന് പറയുന്ന യേശുവിനും അവർക്കുമിടയിൽ എന്തോ ചില കാര്യം പൊതുവായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത ചങ്കുവേദന തരുന്നൊരു കാര്യമായിട്ടാണ് ഇപ്പം മനസ്സിലാവുന്നത്. 365 അല്ലെങ്കിൽ 364 ദിവസവും പള്ളിയിൽ പോകാത്തൊരു സ്ത്രീ ആ ദുഃഖവെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നു.
കാലാകാലങ്ങളായിട്ട് മനുഷ്യർ അവരുടെ സങ്കടങ്ങൾ ഇയാളുമായിട്ട് ചേർത്ത് വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുരിശിനെയൊക്കെ നമ്മളിങ്ങനെ കൃത്യം നടുക്ക് വെച്ചിരിക്കണം. നോക്കൂ, ക്ഷതങ്ങളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതായിരുന്നു യേശു നിക്കോദേമോസിനോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത്. മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും, അവന് നോക്കുന്നവരൊക്കെ സൗഖ്യപ്പെടും. കഥയൊക്കെ നമുക്കറിയാം. ആഗ്നേയ സർപ്പങ്ങൾ ഇങ്ങനെ കൊത്തി കൊത്തി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശയ്ക്ക് കിട്ടുന്ന വെളിപാടാണ് പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക. അതിൽ നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു. ചെറിയ പ്രായം തൊട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ഈ സർപ്പം കൊത്തി വീഴ്ത്തിയവരെ രക്ഷിക്കാൻ വേണ്ടി സർപ്പത്തെ തന്നെ എന്തിനാണ് കൊത്തിവെക്കുന്നത്? അതിനേക്കാൾ നല്ലത് ഇങ്ങനെ പിത്തള കൊണ്ട് ഒരു കീരിയെ കൊത്തിവെക്കുന്നതല്ലേ. കാരണം കീരിയും പാമ്പും തമ്മിലാണല്ലോ ഇടപാട്. പക്ഷെ ഇപ്പം എനിക്കറിയാം, ഒരു സങ്കടത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ആ സങ്കടത്തെ ഇങ്ങനെ കമ്പിക്കുത്തി വെക്കണം, ഇങ്ങനെ ഉയർത്തി വെക്കണം. എന്താ ഉയർത്തി വെക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇതിനെ ഈ കൊടി ഇങ്ങനെ ഉയർത്തിയത് നമ്മുടെ ഒരു പ്രതലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ദൈവമേഖലയിലേക്ക് ഉയർത്തിയേ. അവനവൻ്റെ സങ്കടത്തെ ഒരു ദൈവമേഖലയിലേക്ക് ഉയർത്തിയിട്ട് അതിലേക്ക് ഉറ്റുനോക്കി നോക്കി 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 പുറത്ത് കടക്കണമെന്നാണ് പറയണം. ഇഫ് യു ആർ ഇൻഫ്ലിക്റ്റഡ് ബൈ പെയിൻ, ഓൺലി മെഡിറ്റേഷൻ ഓൺ പെയിൻ വിൽ ഹെൽപ്പ് യു. സങ്കടം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടം മറക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഏറ്റവും ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇങ്ങനെ ദൈവമേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പാഠം. അതിലേക്ക് നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു. ഇതാണ് പുതിയ നിയമത്തിൽ ഈ മരമായിട്ട് മാറുന്നത്, ഈ മുള്ളുമരമായിട്ട് മാറുന്നത്. മോശ ഉയർത്തിയ പിത്തള സർപ്പം പോലെ ഉയർത്തപ്പെട്ടവൻ. എപ്പോഴും ഓർമ്മിക്കണം, പഴയ നിയമം പുതിയ നിയമം വായിക്കേണ്ടത് എങ്ങനെയാണ്. പഴയ നിയമം ഇങ്ങനെ നിഴലാണ്, ഷാഡോ. പുതിയ നിയമം പൊരുളാണ്, സബ്സ്റ്റൻസ്. ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് ആണ്. കാരണം പുതിയ നിയമത്തിലുള്ള എല്ലാത്തിൻ്റെയും ഒരു നിഴല് പഴയ നിയമത്തിലുണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ കുരിശെന്ന് പറയുന്നത് പൊരുളാണ്, സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ ഷാഡോ ആണ്, നിഴലാണ് മോശ ഉയർത്തിയ പിത്തള സർപ്പം. എങ്ങനെയാണ് കുരിശ് നമ്മളെ സൗഖ്യപ്പെടുത്താൻ പോകുന്നത്? ഓൾറെഡി അമ്മായിയുടെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇയാൾക്ക് എന്നെ പിടുത്തം കിട്ടും, എൻ ഫോളോ മീ. ഒരാളാൽ പിടുത്തം കിട്ടുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല, ഒരാൾ മതി. കൂട്ടുകുടുംബങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന സ്ത്രീകൾക്കത് പറഞ്ഞാൽ പെട്ടെന്ന് പിടുത്തം കിട്ടും. ഇന്ന് നമ്മൾ വളരെ ആദർശപരമായിട്ടൊക്കെയാണ് കൂട്ടുകുടുംബങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ജീവിച്ചിരുന്നവർക്കറിയാം, അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തങ്ങളുടേതായ ഒരാവശ്യങ്ങളും ആരും പരിഗണിച്ചിരുന്നില്ല, തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നില്ല, തങ്ങളുടെ പുരുഷനുമായിട്ട് ഇത്തിരി നേരം വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. പിടിപ്പത് പണി, അത്ര എളുപ്പമായിരുന്നില്ല കൂട്ടുകുടുംബത്തിലെ ജീവിതം. എന്നിട്ടും എങ്ങനെയാണ് ഈ സ്ത്രീകൾ മുമ്പോട്ട് പോയത്? രാത്രിയിൽ എപ്പോഴും അവൾക്കും അവളുടെ പുരുഷനും ഇടയിലായിട്ട് ഇത്തിരി സമയം കിട്ടും. അപ്പം അയാൾ അവളോട് പറയും, റോസി, തൻ്റെ വിഷമം എനിക്ക് പിടുത്തമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, നമുക്ക് വേറെ വഴികളില്ല. ഈ ഒരൊറ്റ വാക്കിൻ്റെ സാന്ത്വനത്തിൽ ചാരിയാണ് മിക്കവാറും ഈ സ്ത്രീകളൊക്കെ തങ്ങളുടെ ദുരിതകാണ്ഡങ്ങൾ ജീവിച്ചു തീർത്തത്. അയാൾക്ക് എന്നെ പിടുത്തം കിട്ടും, ഹി ക്യാൻ ഫോളോ മീ. ഇതാണ് കുരിശിൻ്റെ സാന്ത്വനം. കുരിശ് രണ്ട് തടിക്കഷ്ണങ്ങൾ ചേർത്ത് വെക്കുന്നതല്ല, രണ്ട് ലോഹക്കഷ്ണങ്ങൾ വിളക്കിയെടുക്കുന്നതല്ല. പിന്നെന്താണ് കുരിശെന്ന് പറയുന്നത്? മനുഷ്യ ദുഃഖങ്ങളുടെ സമുച്ചയമാണ്. അത്രയൊന്ന് തലയിൽ കിടന്നാൽ നല്ലതാണ്. കുരിശ് മനുഷ്യ ദുഃഖങ്ങളുടെ സമുച്ചയമാണ്. ക്രോസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ പെയിൻ. നിങ്ങൾ കടന്നു പോയിട്ടുള്ള എല്ലാ സങ്കടങ്ങളുടെയും ആഴത്തിലൂടെ അയാൾ കടന്നു പോയിട്ടുണ്ട്. എവിടെ തൊട്ട് ആരംഭിക്കുന്നു സങ്കടങ്ങളൊക്കെ? സങ്കടങ്ങൾ ആരംഭിക്കുന്നത് ഗർഭപാത്രം തൊട്ടാണ്. സംശയിക്കപ്പെട്ട കുട്ടിയായിട്ടായിരുന്നു അവന് വേദപുസ്തകം അടയാളപ്പെടുത്തി തുടങ്ങുന്നത്, ഈ സങ്കടങ്ങളുടെ മഹാപ്രഭുവിനെ. കുറച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവും, തങ്ങളുടെ പുരുഷന്മാരാൽ സംശയിക്കപ്പെടുക. സംശയം ഒരു രോഗമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഒരു രോഗാതുരതയാണ്, ഒരു പത്തോളജിക്കൽ ഫ്രെയിമിൻ്റെ ഭാഗമാണ് ഈ സംശയം എന്ന് പറയുന്നത്.
അത് മനസ്സിലാക്കാതിരുന്നൊരു കാലത്തിൽ തങ്ങളുടെ സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാർ പറഞ്ഞിട്ടുള്ള എല്ലാ ഭംഗിയില്ലാത്ത കാര്യങ്ങളും നാട്ടുകാരും ബന്ധുക്കളും വിശ്വസിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അവിടം തൊട്ട് ആരംഭിക്കുന്നു നസ്രത്തിലെ യേശുവിൻ്റെ സങ്കടം, ഗർഭപാത്രത്തിലെ സംശയിക്കപ്പെട്ട കുഞ്ഞ്. അവിടം തൊട്ട് എത്ര വേണമെങ്കിലും ഈ സങ്കടങ്ങളുടെ ലുത്തീനിയ ചൊല്ലി 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 ഈ ദിവസം മുഴുവൻ മുമ്പോട്ട് പോകാൻ അതിൻ്റെ ആവശ്യമില്ല. വിവേകമുള്ള കേൾവിക്കാരോട് അതുമാത്രം സംഗ്രഹിച്ച് പറയാവുന്നേ ഉള്ളൂ. എല്ലാ സങ്കടങ്ങളും അയാൾ കടന്നു പോയിട്ടുണ്ട്. എല്ലാം. നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ ക്ലേശത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഇത്രയും ദരിദ്രനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു. ഇന്ന് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് വെൽത്ത് അവൻ്റെ നാമത്തിലാണ് സമാഹരിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ പോലും എന്ത് ദരിദ്രനായിരുന്നു യേശു. പറക്കാനിടമില്ല, വസിക്കാനിടമില്ല, മരിക്കാനിടമില്ല, മരിച്ചടക്കപ്പെടാനിടമില്ല. ഒരങ്കുലം മണ്ണില്ലാതെ അവിടെ നിന്ന് കടന്നുപോയി. ക്രിസ്മസ് ഒക്കെ 2 മാസത്തിനുള്ളിൽ വരുമ്പോൾ പുൽക്കൂടൊക്കെ ഒരുക്കുന്നുണ്ട് എല്ലാവരും തന്നെ. എന്തിനാ പുൽക്കൂട് ഒരുക്കുന്നത്? നമ്മൾ പറയുന്നു യേശു പുൽക്കൂട്ടിൽ ജനിച്ചു. വേദപുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്ക്, എവിടെങ്കിലും അങ്ങനെ വരി കിടപ്പുണ്ടെന്ന്. പുൽക്കൂട്ടിൽ ജനിച്ചു എന്നൊരു വരി ഇല്ല. പകരം വേദപുസ്തകം പറയുന്നത് അവർ അവനെ പുൽക്കൂട്ടിൽ കിടത്തിയെന്നാണ്. പുൽത്തൊഴുത്തിൽ കിടത്തി. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള ഏതൊരു നാടോടി സ്ത്രീയും തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കണക്ക് പെരുവഴിയിൽ അമ്മ മേരി പെറ്റിട്ട കുട്ടിയുടെ പേരാണ് യേശു. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി ചൂടും സുരക്ഷിതത്വമുള്ള ഇടം തപ്പി 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 ഈ പുൽത്തൊട്ടിയിലേക്ക് വരുന്ന, അങ്ങനെ വിചാരിക്കുന്നതാണ് ഏറ്റവും യുക്തിപൂർവമായ വിചാരം. അപ്പോൾ ഇങ്ങനെ പിറക്കാനോ വസിക്കാനോ ഇടവില്ലാത്തവര്. എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ളത് കൊച്ചി സൈഡിലാണ്. കാരണം ഒരു 10 വർഷമെങ്കിലും നമ്മുടെ ഒരു നല്ല ഒരു ആത്മാർത്ഥതയുള്ളൊരു യൗവനകാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രായത്തിൻ്റെയൊക്കെ ഒരു നന്മയും ആത്മാർത്ഥയും കൊണ്ട് കിട്ടിയ ചങ്ങാതിമാർ തന്നെ ഇപ്പോഴും എൻ്റെ ചങ്ങാതിമാർ. അവരിൽ പലർക്കും ഉള്ളൊരു പ്രശ്നം, ഇവരാരും തന്നെ വീട് പണിതിട്ടില്ല, വാടകക്കാരാ. അവരുടെ വാടക വീടിനകത്തിരുന്ന് അവർ വെച്ച് നീട്ടുന്ന ഒരിത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അവരുടെ ഭാര്യമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അച്ഛൻ നമുക്ക് എന്തെങ്കിലും ഒരു വീടുണ്ടാവുമോ? എന്തു പറയണം? കൊച്ചിയിൽ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലിൽ ഏർപ്പെട്ട് 8,000 പോട്ടെ ഒരു 12,000 രൂപ കിട്ടുന്ന ഒരാൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും വാടക കൊടുത്തും ആശുപത്രിയിൽ ബില്ലടച്ചും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു വീട് പണിയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്നുമില്ല. സ്വന്തമായിട്ടൊരു കൂര കെട്ടാതെ ഓരോ 11ാം മാസവും വാടക ചീട്ട് പുതുക്കി പുതുക്കി അവർ കടന്നു പോകും. അപ്പം അവരുടെ സങ്കടം യേശുവിന് പിടുത്തം കിട്ടും. കുരുവിക്ക് കൂടുണ്ട്, കുറുനരിക്ക് മാളവുമുണ്ട്, എനിക്ക് വീടില്ല. പറഞ്ഞു വരുന്നത് നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന എല്ലാ ഭൗതികവും ആന്തരികവുമായ സംഘർഷങ്ങളിലും ഇയാൾ കടന്നു പോയിട്ടുണ്ട്. ഇയാൾക്ക് എൻ്റെ സങ്കടത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഇതാണ് കുരിശിൻ്റെ സാന്ത്വന സുവിശേഷം. കുരിശിലേക്ക് ഉറ്റുനോക്കുന്ന മനുഷ്യരെ വാസ്തവത്തിൽ കാണുന്നത് യേശുവല്ല, മറിച്ച് യേശുവിൻ്റെ മുറിപ്പാടുകൾ തങ്ങളുടെ സങ്കടങ്ങളെ തന്നെ. എന്തും ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖം കടന്നു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഇത്തിരി ഒരു ഡിപ്രഷൻ്റെ ഇഷ്യൂ ചിലപ്പോൾ വരാറുണ്ട്, ഒരു വിഷാദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ യേശു അനുഭവിച്ച വിഷാദം എന്നൊക്കെ പറയുന്നത് എത്ര തീവ്രമാണ്. എൻ്റെ ഹൃദയം മരണത്തോളം അസ്വസ്ഥമാണ്, മരണത്തോളം അസ്വസ്ഥമാണ്. അതിന് കിട്ടുന്ന ഒരു വായന എന്ന് പറയുന്നത് ചിലപ്പോൾ ദൈവദൂഷണമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. മരിക്കാൻ തോന്നുന്ന വിധത്തിൽ എനിക്ക് ദുഃഖം വരുന്നു. ഐ എം അബൌട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ്. മരിക്കാൻ തോന്നുന്ന വിധത്തിൽ ദുഃഖം വരുന്നു. എന്തെങ്കിലുമൊക്കെ ദുഃഖം വരുമ്പോൾ നമ്മളുമൊക്കെ വിചാരിക്കുന്നത് തന്നെയല്ല, ദൈവമേ എങ്ങനെയെങ്കിലും ഈ കളി അങ്ങ് ഒടുങ്ങിയിരുന്നെങ്കിൽ. അപ്പം നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ദുഃഖങ്ങളുടെ ആഴങ്ങളിലൂടെ ഇയാൾ കടന്നു പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ മറ്റൊരു ദുഃഖം വരും കാലങ്ങളിൽ ഇതായിരിക്കും, അനപത്യത. പിന്നെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് പറയുന്ന ദുഃഖം. കേരളത്തിൻ്റെ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു അളവ്, ഈ സലാമി, നമുക്ക് ഭയം വരുന്ന വിധത്തിൽ ഈ വന്ധ്യതാ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഒരു തുടർച്ച?
അവരുടെ സങ്കടം ആർക്ക് മനസ്സിലാവും? അയാൾക്ക് പിടുത്തം കിട്ടും. കാരണം ഒരു തുടർച്ചയില്ലാതെ അയാൾ കടന്നുപോയി. അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14 തലമുറ, ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം തൊട്ട് യേശു വരെ 14 തലമുറ. 42 തലമുറയുടെ കഥയാണ് യേശുവിനോടൊപ്പം അവസാനിക്കുന്നത്. നമുക്ക് എത്ര തലമുറകളുടെ കഥ പറയാനുണ്ടാവും? വെറുതെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു കാര്യം, നമുക്ക് നമ്മുടേതായ ചില കാരണങ്ങളുണ്ട് അങ്ങനെ തുടർച്ചയില്ലാതെ പോകുന്നതിന്. എന്നാൽ പോലും തുടർച്ചയില്ലാതെ പോകുന്ന ദുഃഖമായിട്ട് അതിനെ എടുക്കാൻ പറ്റുമെങ്കിൽ, അതിനൊരു ഫിലോസഫിക്കലായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ എനിക്കെൻ്റെ വംശാവലി എഴുതാമെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം എനിക്കെൻ്റെ അപ്പൂപ്പൻ്റെ പേര് മാത്രമേ അറിയാവുള്ളൂ. എന്തോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർത്തിരുന്ന ഇടവും മണ്ണുമൊക്കെ വിട്ടിട്ട്, വീടുമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് വന്നവരായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൂപ്പൻ്റെ പേര് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ വംശാവലി എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇങ്ങനെ പാപ്പു ലാസറിന് അപ്പൂപ്പനാണ് KP ജോസഫ്. പാപ്പു ലാസർ KP ജോസഫിന് ജന്മം കൊടുത്തു. KP ജോസഫ് ബോബി ജോസിന് ജന്മം കൊടുത്തു. ബോബി ജോസ് ആർക്കും ജന്മം കൊടുത്തില്ല. 2 തലമുറയുടെ കഥയാണ്. ഈ 2നെ ഇപ്പുറത്ത് നിർത്തിയിട്ടാണ് ഈ 42 ഇപ്പുറത്ത് വെക്കേണ്ടത്. നിങ്ങൾക്ക് എത്തുംപിടിയും കിട്ടത്തില്ല. അതെത്ര സംവത്സരങ്ങളിലേക്ക് നീളുന്നതാണ് ഈ 42 തലമുറയുടെ കഥയെന്ന് പറയുന്നത്. വലിയൊരു വംശാവലിയുടെ കഥ ഇവിടെ വെച്ചിങ്ങനെ അവസാനിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന എല്ലാ സങ്കടങ്ങളുടെയും ആഴങ്ങളിലൂടെ കടന്നുപോയി ഇയാൾക്ക് നമ്മളെ പിടുത്തം കിട്ടും. ക്യാൻ ഫോളോ മീ. 1-2 ജനുവിനായ ഉദാഹരണങ്ങൾ പറഞ്ഞ് പതുക്കെ ഈ കാര്യങ്ങൾ പ്രാർത്ഥനയിലേക്ക് എത്തിക്കാമെന്നാ കരുതുക. ഇങ്ങനെ നമുക്കറിയാവുന്നൊരു വീട്ടിൽ 5 സഹോദരിമാർക്ക് കൂടി ഒരു ബ്രദറാ, റാണ. ബാങ്ക് ജീവനക്കാരനായി ജോസ് ബൈക്ക് ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. 5 സഹോദരിമാരിങ്ങനെ ഉലഞ്ഞു പോയി, ചവിട്ടി നിൽക്കുന്ന മണ്ണിങ്ങനെ ഒലിച്ചു പോയി കണക്കാ. അതിലൊരാൾ ഇങ്ങനെ റവറൻഡ് സിസ്റ്ററാണ്. അയാൾ ഉൾപ്പെടെ ആ സങ്കടം കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി ഞങ്ങൾ എന്നാ പ്രാർത്ഥിക്കുന്നത്? നാഴികയ്ക്ക് 40 വട്ടം യേശു യേശു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പുന്നാര ജോസിനെ എടുത്ത് യേശു എന്ന് വിളിച്ചു കയറാനുള്ള നേരം പോലും കൊടുക്കാതെ എടുത്ത് ദൈവത്തോട് ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നു. സങ്കടം കൊണ്ടാ. ഞാൻ വിചാരിച്ചു കാലം മനുഷ്യരുടെ സങ്കടങ്ങളെ ഏതെങ്കിലും തരത്തിൽ കുറക്കുമെന്ന്. അങ്ങനെ ഏകദേശം 1 വർഷം കാത്തിരുന്നു. അതിനുശേഷം ഈ സിസ്റ്റർ പെങ്ങളത്തോട്ട് കാണാൻ തുടങ്ങി. ഇല്ല, ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതേ സങ്കടങ്ങൾ. സിസ്റ്റർ ചോദിച്ചു, സിസ്റ്ററെ, നമ്മൾ ഈ നെഞ്ചിൽ ഞാത്തിയിട്ടിരിക്കുന്ന ഈ കുരിശിൻ്റെ അർത്ഥം എന്താ? നെഞ്ചിൽ ഒരു കുരിശിടാളം മിക്കവാറും പേരെ നെഞ്ചിലുണ്ടാവുമല്ലോ, വിശേഷിച്ച് സമർപ്പിതരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നെഞ്ചിൽ. താലിയുടെ പുറകിലും ഉണ്ട് ഒരു കുരിശടയാളം. സംസാരിച്ചോളൂ. സംസാരിക്കാനുള്ള താല്പര്യം പോലും ഇല്ല. കുറ്റവാളി ഭൂമിയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞെന്നാൽ അവൻ്റെ രക്തം ഭൂമിക്ക് ശാപമായി മാറുമെന്നുള്ള പേർഷ്യൻ സങ്കല്പത്തിൽ രൂപപ്പെട്ട കഴിമരമാണ് കുരിശ്. എറിഞ്ഞു കളയുക അവനെ. രക്തം പോലും പതിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉയരത്തിലുള്ള മരത്തിലേക്ക്. അത്രയും കഠിനമായ ഒരു കഴിമരത്തിൻ്റെ പേരാ കുരിശ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? ദുർമരണത്തിലൂടെ കടന്നുപോയി നമ്മൾ കരുതുന്ന ജോസിനെയും അവൻ്റെ പെങ്ങന്മാരെയും അയാൾക്ക് പിടുത്തം കിട്ടും. ആ ഡിസംബറിൽ എനിക്ക് അവരൊരു ക്രിസ്മസ് കാർഡ് കിട്ടുന്നു. അതിനകത്തൊരൊറ്റ വരി മാത്രമേ ഉള്ളൂ: ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. അതിൻ്റെ അർത്ഥം നെഞ്ചിൽ ഞാന്ന് കിടക്കുന്ന ഈ ക്രൂശ് രൂപത്തിലേക്ക് ഒന്നുകൂടി ഇട്ട് നോക്കി. റീഡ് യുവർ ബൈബിൾ ഇൻ പ്രസന്റ് ടെൻസ്. റീഡ് യുവർ ബൈബിൾ ഇൻ പ്രസന്റ് ടെൻസ്. ഓരോരുത്തരും അവരവരുടെ വേദപുസ്തകത്തെ വർത്തമാനത്തെ വായിച്ചു തുടങ്ങണം. യേശു ജീവിക്കുന്നതാണ് നമ്മൾ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വേദപുസ്തകത്തെ വായിക്കേണ്ടത് ഒരു പഴയ കഥയായിട്ടല്ല, മറിച്ച് അനുദിന അനുഭവമായിട്ടാണ്. ഇപ്പോഴും തൻ്റെ ക്ഷതങ്ങളാൽ അവൻ ഭൂമിയെ സൗഖ്യപ്പെടുന്നുണ്ട്.